എൻസൈൻ വീഡിയോ പ്രൊഡക്ഷൻ്റെ 1 tour ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയൊരു വർക്ക് അതായത് നമ്മുടെ ആദ്യത്തെ വർക്ക് ക്ലോസ് ആയിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻ മാനേജറായ വിപിനാണ്. വിപിൻ്റെ അടുത്ത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് വിപിൻ. ഹലോ. നമ്മുടെ ഫസ്റ്റ് വർക്കിനെ പറ്റി നമ്മുടെ ഓഡിയൻസിനോട് പറയാം. നമുക്ക് ഈ ഒരു ചലഞ്ചിൽ ഫസ്റ്റ് ക്ലോസ് ആയ വർക്ക് എന്ന് പറയുന്നത് മാമിൻ്റെ പേര് ജീന എന്നാണ്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു വീഡിയോ പ്രൊഡക്ഷൻ്റെ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് സ്ഥലം ട്രിവാൻഡ്രത്താണ്, കഴക്കൂട്ടത്താണ് സ്ഥലം. അപ്പം മാം എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ട്രെയിനറാണ്, അതായത് സർട്ടിഫൈഡ് ട്രെയിനറാണ്. അപ്പം ആൾക്കൊരു ആപ്പ് ഉണ്ട്, അതായത് ഈ ഒരു ഫിറ്റ്നസിൻ്റെ തന്നെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡയറ്റും കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് വീഡിയോസ് മേക്ക് ചെയ്യണമെന്നായിരുന്നു ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞ റിക്വയർമെൻറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ഫിറ്റ്നസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ആ വർക്കൗട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം. അതുപോലെ അത് നല്ല രീതിയിൽ ഒരു ഔട്ട് കിട്ടാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആംഗിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഷൂട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് 1 day ആയിരിക്കും നമുക്കത് ഷൂട്ട് വരുന്നത്. ആ ഒരു 1 day കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അറൗണ്ട് എങ്ങനെ പോയാലും ഒരു 20-30 റീൽസ് നമുക്കന്ന് കവർ ചെയ്യാൻ പറ്റും. നമുക്കൊരു 1 day കൊണ്ട് കവർ ചെയ്യാമെന്നുള്ളൊരു ഷൂട്ടാണ്. അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസ് അല്ല നമുക്ക് എടുക്കേണ്ടത്. ആക്ച്വലി അവർ പറയുന്ന ആ വർക്കൗട്ടിൻ്റെ ഓരോരോ പോസിംഗ് ആണ് നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടി വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഷൂട്ട് വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പം ഈ ഒരു സൺഡേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രെയിനറാണ് വരുന്നത്. അപ്പം നമുക്ക് മോർണിംഗ് ഒരു 7 o'clock വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈവനിങ് ഒരു 5 o'clock നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലൈറ്റ് നമുക്ക് എന്തായാലും വേണം. കാരണം ഇൻഡോറിൽ നമ്മൾ ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് നല്ലൊരു ലൈറ്റിംഗ് അവിടെ കൊടുക്കണം. ആ ഒബ്ജക്റ്റിനെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ലൈറ്റിംഗ് കൊടുക്കാം. പിന്നെ അത്യാവശ്യം വൈഡായിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഔട്ട് അവർക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. ക്ലയൻറ്റ് നല്ല ഇംപ്രസ്ഡ് ആവും. അപ്പം നമുക്കത് കൊടുക്കാം. ടൈം എത്ര മണിയായിരുന്നു? നമുക്ക് മോർണിംഗ് ഒരു 7 സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ ഒരു ഫിറ്റ്നസിൻ്റെ ഒക്കെ ആയതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ ഒരുപാട് നമുക്ക് ട്രയൽ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് കുറച്ചുള്ളെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്ത് ആ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇത് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ റീൽസ് ആണല്ലേ ഓരോ റീലിലും വർക്കൗട്ടിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതെ, എഡ്യൂക്കേറ്റർ റീൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓൾറെഡി അവരൊരു ട്രെയിനറാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ലോകത്തെ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് ട്രെയിനിങ്, ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ്ങും ഡയറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു വർക്കൗട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ ഒരു വിഷ്വൽസ് കണ്ട് അവർക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് മാത്രമല്ല എന്തെങ്കിലും വർക്കൗട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് വീഡിയോ വിഷ്വലൈസ് കണ്ട് തന്നെ അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ടും നമുക്ക് ആ ഒരു വീഡിയോ കൊണ്ട് ആ ഒരു ക്ലയൻറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം അതിൽ നമുക്ക് ഇപ്പം വർക്കൗട്ട് ആയതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ വർക്കൗട്ട് ആയതുകൊണ്ട് ബോഡി പാർട്സിൻ്റെ പല വർക്കൗട്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ ബൈസെപ്സ് ആയാലും ചെസ്റ്റ് ആയാലും അങ്ങനെ ഓരോ വർക്കൗട്ട് ആയിരിക്കും അവർ പറയുന്നത്. അപ്പം അതിൽ 3 സ്റ്റെപ്പായിട്ടായിരിക്കും അവർ ഒരു വർക്കൗട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പക്ഷേ ഷൂട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് 1 മാത്രം നമുക്ക് ഷൂട്ട് ചെയ്താൽ മതി. കാരണം അത് ആ സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആ ഒരു വർക്കൗട്ടിന്റെ കൗണ്ട് പറയാനുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് 1 മാത്രം നമ്മൾ ഷൂട്ട് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ആ വീഡിയോസ് തന്നെ പിന്നും സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ എഡിറ്റിംഗിൽ അത് നമുക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് അത്രയും ഷൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം ഒരു വർക്കൗട്ടിന് നമുക്ക് ഏകദേശം സ്പെൻഡ് ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 1 to 2 minutes ആയിരിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു ഡേയിൽ നമുക്ക് എത്രത്തോളം ആ ഒരു കവർ ചെയ്യാൻ പറ്റും, സോ അത്രത്തോളം നമുക്ക് ആ ഒരു വർക്കൗട്ട്സ് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ സൺഡേ നമുക്ക് കാണാം. അപ്പോൾ സൺഡേ നമ്മൾ ഇതിൻ്റെ എല്ലാം ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.